ഹലോ ഗൈസ്, ടുഡേ വി ആർ ഡീലിംഗ് വിത്ത് ദ പേപ്പർ എൻവയോൺമെൻറ്റൽ സോഷ്യോളജി. ഇന്ന് നമ്മൾ എൻവയോൺമെൻറ്റൽ സോഷ്യോളജി എന്ന പേപ്പറിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. എൻവയോൺമെൻറ്റൽ സോഷ്യോളജി എന്ന പേപ്പറിൽ എന്താണ് പഠിക്കാനുള്ളത് എന്നതിനെക്കുറിച്ച് ഒരു ഔട്ട്ലൈനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. നമ്മുടെ പേപ്പറിൻ്റെ കോഡ് BSOE 143 എൻവയോൺമെൻറ്റൽ സോഷ്യോളജി. വാട്ട് ഈസ് എൻവയോൺമെൻറ്റൽ സോഷ്യോളജി? എന്താണ് എൻവയോൺമെൻറ്റൽ സോഷ്യോളജി? നമ്മുടെ എൻവയോൺമെൻറ്റും സൊസൈറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുന്ന സബ്ജക്റ്റാണ് എൻവയോൺമെൻറ്റൽ സോഷ്യോളജി. എൻവയോൺമെൻറ്റിലുള്ള പ്രോബ്ലംസിനെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ അതിന് പ്രോപ്പറായിട്ടുള്ള സൊല്യൂഷൻസ് സജസ്റ്റ് ചെയ്യാനും ഈ ഒരു സബ്ജക്റ്റിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു സബ്ജക്റ്റിൽ 4 ബ്ലോക്കുകളിലായിട്ട് 15 യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ബ്ലോക്ക് 1 എൻവിഷനിങ് എൻവയോൺമെൻറ്റൽ സോഷ്യോളജി. ഇതിൽ മെയിനായിട്ടും 3 യൂണിറ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് യൂണിറ്റ് എൻവയോൺമെൻറ്റൽ സോഷ്യോളജി നേച്ചർ ആൻഡ് സ്കോപ്പ്. ഈ ഒരു യൂണിറ്റിൽ പ്രധാനമായും എമർജൻസ് ഓഫ് എൻവയോൺമെൻറ്റൽ സോഷ്യോളജി, എൻവയോൺമെൻറ്റൽ സോഷ്യോളജിയുടെ എമർജൻസിനെ പ്രതിപാദിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നേച്ചറും എൻവയോൺമെൻറ്റും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയും പ്രതിപാദിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ എൻവയോൺമെൻറ്റൽ പ്രിഡിക്കാമെൻറ്റ്. എന്താണ് ഈ പ്രിഡിക്കാമെൻറ്റ്? അതായത് നമ്മുടെ പ്രകൃതിയിലുള്ള ദുരന്തങ്ങൾ, ഫോർ എക്സാമ്പിൾ ആസിഡ് റെയിൻ, ദെൻ ഗ്ലോബൽ വാർമിംഗ്, ഓസോൺ ഡിപ്ലീഷൻ എക്സെട്ര. ഇതിനെക്കുറിച്ചൊക്കെയാണ് മെയിനായിട്ടും ഈ ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നത്. നെക്സ്റ്റ് യൂണിറ്റ് 2 റിയലിസ്റ്റ് കൺസ്ട്രക്ഷനിസ്റ്റ് ഡിബേറ്റ്. 2 പെർസ്പെക്റ്റീവിലൂടെ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസിനെ ഇവർ നോക്കിക്കാണുന്നുണ്ട്. റിയലിസ്റ്റ് പെർസ്പെക്റ്റീവ് ആൻഡ് കൺസ്ട്രക്ഷനിസ്റ്റ് പെർസ്പെക്റ്റീവ്. ഈ 2 പെർസ്പെക്റ്റീവിലെയും എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസിൻ്റെ വ്യൂ പോയിൻ്റാണ് ഈ ഒരു ചാപ്റ്ററിൽ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ ഈ രണ്ട് വ്യൂ പോയിൻറ്റ്സിനെയും ക്രിറ്റിസിസവും ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. നെക്സ്റ്റ് വൺ യൂണിറ്റ് 3 കീ കൺസെപ്റ്റ്സ്. അതായത് നമ്മുടെ എൻവയോൺമെൻറ്റൽ സോഷ്യോളജി എന്ന പേപ്പറിൽ ഒത്തിരി കീ കൺസെപ്റ്റുകളുണ്ട്. അവയുടെ ഡെഫിനിഷനും അവയുടെ റിലേഷൻഷിപ്പുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഹ്യൂമൻ എക്കോളജി, ഇറ്റ്സ് എൻ എൻവയോൺമെൻറ്റൽ കീ കൺസെപ്റ്റ്. Environmental movement, ecological justice, etc. These are the key concepts that we discuss in this chapter. Next, block 2 approaches. In this there are mainly 3 chapters. Unit 4 social ecology. എന്താണ് സോഷ്യൽ എക്കോളജി എന്ന ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നത്? ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് എക്കോളജിക്കൽ വേൾഡ്. എക്കോളജി, സോഷ്യൽ എക്കോളജി എന്ന് പറഞ്ഞാൽ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഹ്യൂമൻ ആൻഡ് ബയോളജിക്കൽ വേൾഡ്. ഹ്യൂമൻ്റെയും ബയോളജിക്കൽ വേൾഡിൻ്റെയും ഇൻട്രാക്ഷനെയാണ് എക്കോളജി എന്ന് പറയുന്നത്. അപ്പോൾ എക്കോളജിയുടെ സോഷ്യോളജിക്കൽ വ്യൂ പോയിൻ്റാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പ്രതിപാദിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ യൂണിറ്റ് 5 ട്രെഡ്മിൽ ഓഫ് പ്രൊഡക്ഷൻ. ട്രെഡ്മിൽ ഓഫ് പ്രൊഡക്ഷൻ തിയറി എന്താണെന്നും അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്നും വളരെ വ്യക്തമായ രീതിയിൽ തന്നെ ഈ ചാപ്റ്ററിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ യൂണിറ്റ് 6 എക്കോളജിക്കൽ മോഡേണൈസേഷൻ. എന്താണ് എക്കോളജിക്കൽ മോഡേണൈസേഷൻ എന്നാണ് ഈ ഒരു ചാപ്റ്ററിൽ വിശദീകരിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വ്യൂ പോയിൻറ്റ്സും ഈ ഒരു ചാപ്റ്ററിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നെക്സ്റ്റ് ബ്ലോക്ക് 3 എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺ. നമ്മുടെ എൻവയോൺമെൻറ്റിലുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അവയെക്കുറിച്ചാണ് ഈ ഒരു ബ്ലോക്കിൽ പ്രതിപാദിക്കുന്നത്. യൂണിറ്റ് 10 ആന്ത്രോപ്പസീൻ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഈ ഒരു ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നത് ജിയോളജിക്കൽ ടൈം സ്കെയിൽ സ്റ്റേജസ്. അതായത് ജിയോളജിക്കൽ ടൈം സ്കെയിലിൻ്റെ സ്റ്റേജസുകൾ എന്താണെന്നും അവ നന്നായിട്ട് തന്നെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വിശദീകരിച്ച് തരുന്നുണ്ട്. നെക്സ്റ്റ് വൺ എന്താണ് ആന്ത്രോപ്പോസീൻ. ആന്ത്രോപ്പോസീൻ എന്ന ടേം എന്താണ്, അതിനെ നമുക്ക് നന്നായിട്ട് വിശദീകരിച്ച് തരുന്നുണ്ട്. നെക്സ്റ്റ് വൺ ടുഡേയ്സ്, ഇന്നത്തെ ക്ലൈമറ്റ് ചേഞ്ച്, അതുപോലെ തന്നെ ഗ്ലോബൽ വാർമിംഗ്. ഇതിനൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ടും പരാമർശിക്കുന്നത്. നെക്സ്റ്റ് വൺ യൂണിറ്റ് 11 പൊല്യൂഷൻ. നമുക്കെല്ലാം ഏറെ പരിചിതമായ ടേമാണല്ലേ പൊല്യൂഷൻ. അപ്പോൾ ഹിസ്റ്ററി ഓഫ് പൊല്യൂഷൻ, ഏർലി എവല്യൂഷൻ. അതായത് പൊല്യൂഷൻ്റെ ഏർലി എവല്യൂഷൻ എങ്ങനെയായിരുന്നുവെന്നും അതിൽ ഹിസ്റ്ററി എങ്ങനെയായിരുന്നുവെന്നും ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നത്. ദെൻ ഓൾസോ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പൊല്യൂഷൻ. വ്യത്യസ്ത പൊല്യൂഷനുകളുണ്ട് അല്ലേ. എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, അങ്ങനെ ഒത്തിരി ഫോംസ് ഓഫ് പൊല്യൂഷനുകളുണ്ട്. അപ്പോൾ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് പൊല്യൂഷനെയും ഇതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്.
നെക്സ്റ്റ് ബ്ലോക്ക് 4 എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ. നമുക്കറിയാം നമ്മുടെ എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി മൂവ്മെൻറ്റുകൾ നമ്മുടെ ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും നടന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഇന്ത്യയിലെ എൻവയോൺമെൻറ്റൽ മൂവ്മെൻറ്റ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. യൂണിറ്റ് 13 ഫോറസ്റ്റ് ബേസ്ഡ് മൂവ്മെൻറ്റ്. ഫസ്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നത് ഫോറസ്റ്റ് ബേസ്ഡ് മൂവ്മെൻ്റ് ആണ്. അതായത് ഫോറസ്റ്റിനെ സംരക്ഷിക്കാനുള്ള മൂവ്മെൻറ്റിനെ കുറിച്ചാണ് ഫസ്റ്റ് പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ചിപ്കോ മൂവ്മെൻറ്റ്, നമുക്ക് എല്ലാവർക്കും ഏറെ പരിചിതമായിട്ടുള്ള മൂവ്മെൻ്റ് ആണ് അല്ലേ ചിപ്കോ മൂവ്മെൻറ്റ്. സോ ചിപ്കോ മൂവ്മെൻറ്റ് ഏതെല്ലാം തരത്തിലുള്ള മൂവ്മെൻറ്റുകളുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ ഇമ്പാക്റ്റുകൾ എന്തെല്ലാമായിരുന്നു, അവയുടെ സ്ട്രാറ്റജീസ്, ഇതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നത്. ദെൻ നെക്സ്റ്റ് യൂണിറ്റ് 14 വാട്ടർ ബേസ്ഡ് മൂവ്മെൻറ്റ്. വാട്ടർ ബേസ്ഡ് മൂവ്മെൻറ്റ് അതായത് നമ്മുടെ വെള്ളത്തെ വാട്ടർ ബേസ്ഡ് മൂവ്മെൻറ്റ്, ജലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മൂവ്മെൻറ്റ്. നർമ്മദ ബച്ചാവോ ആന്തോളൻ നമുക്കെല്ലാം ഏറെ പരിചിതമായിട്ടുള്ള മൂവ്മെൻ്റ് ആണ് അല്ലേ. നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിക്കുകയാണ് അല്ലേ. ഇതിനെതിരെയുള്ളൊരു മൂവ്മെൻ്റ് ആയിരുന്നു എന്ത്, നർമ്മദ ബച്ചാവോ ആന്തോളൻ. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റിനെ കുറിച്ച് നമുക്കിതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ലാൻഡ് ബേസ്ഡ് മൂവ്മെൻറ്റ്. ലാൻഡ് ബേസ്ഡ് മൂവ്മെൻറ്റ് ആൻറ്റി മൈനിങ് ആൻഡ് സീഡ്, അതായത് നമ്മുടെ ഭൂമിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട മൂവ്മെൻറ്റുകളും ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അവ ഏതെല്ലാം മൂവ്മെൻറ്റുകളാണെന്നും അവയുടെ ഇമ്പാക്റ്റ് എന്തായിരുന്നുവെന്നും അവയുടെ സ്ട്രാറ്റജീസ് എന്തായിരുന്നുവെന്നും ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ നമുക്ക് വളരെ രസകരമായി തന്നെ മുന്നോട്ട് പോകാം. താങ്ക് യു.